അത്യാവശ്യം നല്ല ഡീസൻറ്റ് റെസ്പോൺസ് ആയിട്ട് വരുന്നൊരു ജിസ്റ്റർ സിനിമയാണ് തലവൻ. സോ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ആസിഫ് അലിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആസിഫ് അലിയുടെ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഇറങ്ങിയ സോളോ സിനിമകളിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഫിലിംസ് കെട്ട്യൂളാണ് എൻ്റെ മാലാഖ ആൻഡ് കൂമൻ ആയിരുന്നു. കെട്ട്യൂളാണ് എൻ്റെ മാലാഖയിലെ സ്ലീവാച്ചൻ എന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ ആസിഫ് അലി എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത് കൈൻഡ് ഓഫ് ഫ്രഷ് ആയിരുന്നു. പിന്നെ ആ സിനിമയിലെ ഡ്രാമ അത്യാവശ്യം കൺവിൻസിങ് ആയിട്ടും വന്നിട്ടുണ്ട്. കൂമൻ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ത്രില്ലറാണ്. വളരെ യുണീക്കായിട്ട് തോന്നിക്കുന്ന ചില എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പ്രൊട്ടാഗനിസ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറായിട്ട് വരുന്നതും ആ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിരുന്നു. തലവൻ ഒരു കംപ്ലീറ്റ് റൂട്ടീൻ ഫോർമാറ്റ് പിടിച്ചു പോകുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നടക്കുന്ന ഇവൻസിൽ അത്ര വലിയ വണ്ടറൊന്നും ഫീൽ ചെയ്തില്ല. എങ്കിലും പ്രസൻറ്റേഷൻ അത്യാവശ്യം ഡീസൻ്റായിട്ട് വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ കണ്ടിരുന്നു പോകാൻ പറ്റിയൊരു സെറ്റപ്പ് എനിക്ക് തോന്നിയിരുന്നു. ആ രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം ഒരു ആവറേജ് അനുഭവം തന്ന സിനിമയാണ് തലവൻ. ഒരുപക്ഷെ ബെറ്റർ ത്രില്ലിംഗ് മൊമെൻറ്റ്സ് എന്ന നരേറ്റീവിൽ ഉണ്ടായിരുന്നെങ്കിൽ ജിസ്റ്റോയ്ക്ക് ഈ സിനിമ പിന്നെയും ബെറ്റർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ബ്രഹ്മയുഗത്തിൽ അർജുൻ അശോകൻ്റെ റോളിലാണോ സിദ്ധാർത്ഥ് ഭരതൻ്റെ റോളിലായിരുന്നോ ആസിഫ് അലി ആദ്യം കൺസിഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയിൽ ഒരുപക്ഷെ ആസിഫ് അലി മേൽപ്പറഞ്ഞ ഏതെങ്കിലും റോളിൽ ഉണ്ടായിരുന്നെങ്കിൽ സിനിമയുടെ ഒരു കോംപ്ലക്ഷൻ തന്നെ മാറാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് സിദ്ധാർത്ഥോ അർജുനോ ചെയ്ത പെർഫോമൻസ് ബാഡാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സിദ്ധാർത്ഥിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു ആൻഡ് അർജുൻ കുഴപ്പമില്ല എന്നുള്ളൊരു സെറ്റപ്പിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു റോളിന് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിസ്റ്റിനനുസരിച്ച് സിനിമയുടെ വെയിറ്റേജിൽ ചേഞ്ച് വരും. അതിപ്പോൾ മേൽപ്പറഞ്ഞ ഏതെങ്കിലും റോളിൽ ആസിഫ് അലി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി തേവൻ്റെ വേഷത്തിൽ വന്നിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടി സെൻസ് ഉണ്ടാക്കുമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ആസിഫ് അലിയുടെ ഒരു പ്രധാന പ്രശ്നം സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് പ്രൊഡക്റ്റ് എങ്കിലും ചെയ്താൽ പിന്നീട് ഒരു നല്ല മെറ്റീരിയൽ വരാൻ തന്നെ നല്ല ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കെട്ട്യൂളാണ് എൻ്റെ മാലാഖ വന്നിട്ട് കൂമൻ എന്നൊരു സിനിമയുടെ അത്യാവശ്യം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം 2018 അവിടുന്ന് പിന്നെ ഒരു ആവറേജ് എന്ന് തോന്നിക്കുന്ന തലവൻ വരുമ്പോഴും ഇടയിലൊരു ബഞ്ച് ഓഫ് ബാഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ സിനിമകളും നല്ലതാവണം എന്നല്ല, ചിലതൊക്കെ ചിലപ്പോൾ വർക്കായില്ല എന്ന് വരും. പക്ഷേ കൺസിസ്റ്റൻസി കൂടുതൽ ഈ വർക്കാവാത്ത ടൈപ്പ് സിനിമകൾക്കാണ്. അതൊന്നും കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ആസിഫ് അലി ഒരു റൈറ്റ് ട്രാക്കിലോട്ട് കയറിപ്പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ടിക്കറ്റൊക്കെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണറുള്ള ഒരു സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണം എന്ന് തന്നെ പ്രതീക്ഷിച്ച് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം എൻ്റെ ഒരു KGF എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. അപ്കമിങ് ആസിഫ് അലി സിനിമകളിൽ കുറച്ച് എക്സ്പെക്ടേഷൻ ഉള്ള സിനിമ ടിക്കിറ്റൊക്കെയാണ്, ഡയറക്റ്റഡ് ബൈ റോഹിത് VS. ടിക്കിറ്റൊക്കെയുടെ ഫസ്റ്റ് ലുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ ആയത് കാരണം കുറച്ച് ഹോപ്പ് ആ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് ഉണ്ട്. തലവൻ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.